യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഏജന്റായും അല്ലെങ്കിൽ അവരുടെ ഒരു ചവിട്ടുപടിയായും നിൽക്കുന്ന ആരാ? മുരളീധരന്റെ കുടുംബം തന്നെയാണ്. പിണറായി വിജയൻ സാഹിബിന്റെ വീട്ടിൽ നിന്നുള്ള ആരും അങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടില്ല. ഇപ്പം മുരളീധരന്റെ കുടുംബത്തിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബി ജെ പിയിൽ പോയിട്ട് അപ്പം എന്തായാലും അനിയനും ചേട്ടനും ഒക്കെ അല്ലേ, ഒരു ബന്ധം എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പാലം പണിയുന്നത് മുരളീധരന്റെ കുടുംബമാണ്. ഇന്നിപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ ഇതാ സൽമാൻ ഖുർഷിദും RSSനെ വാഴ്ത്തപ്പെടുകയാണ്. ആയിരത്തി 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ 17 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി നരസിംഹ റാവു മൗനം പാലിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ജനങ്ങൾക്കറിയാം. ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ധരിക്കുന്നത്. അതേ മൗനവും വിധേയത്വമാണ് കോൺഗ്രസ് ഇന്നും തുടർന്നത്. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ദേശീയ തലത്തിൽ വാഴ്ത്തപ്പെടലാണെങ്കിൽ കേരളത്തിൽ അത് കോൺഗ്രസ് BJP സഖ്യത്തിൻ്റെ പ്രായോഗിക പരീക്ഷണമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. കണക്കുകൾ കള്ളം പറയില്ല. 1-2 ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നൂലുപള്ളി വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് വെറും 44. കൊരേച്ചാൽ വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് 58. മുരിക്കുന്നുങ്കൽ വാർഡിൽ UDF ജയിച്ചപ്പോൾ BJP വാങ്ങിയത് വെറും 68 വോട്ട്. ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അല്ല എന്നുള്ള പച്ചയായ വോട്ട് കച്ചവടമാണ് നടന്നത്. LDFനെ തോൽപ്പിക്കാൻ ആരുമായും വോട്ട് പങ്കിടുവാൻ കോൺഗ്രസിന് മടിയില്ല. എന്നിട്ടും 10 സീറ്റ് നേടി LDF തന്നെ അവിടെ വലിയ ഒറ്റ കക്ഷിയായി എന്നത് ഈ വർഗീയ കൂട്ടുകെട്ടിനെ ഏറ്റ തിരിച്ചടിയാണ്. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KR ഔസേപ്പിന്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പ്രവർത്തനം മന്ദീഭവിക്കുവാൻ DCC നേതൃത്വത്തിന് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂരിൽ BJP ജയിച്ചതും വോട്ട് വിഹിതം കൂടിയതും കോൺഗ്രസിന്റെ ഈ അടപടലം വോട്ട് മറിക്കൽ കൊണ്ടാണ്. എന്നിട്ട് BJPയുമായി അധികാരം പങ്കിടുന്ന അംഗങ്ങളെ പുറത്താക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് അവരുടെ മുദ്രാവാക്യം. 35 MLAമാരുണ്ടെങ്കിൽ കേരളം ഭരിക്കുമെന്ന് BJP പറയുന്നത് ഈ കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കാം എന്ന ധൈര്യം കൊണ്ടാണ്. തിരുവനന്തപുരത്ത് VK പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് BJP കൗൺസിലർ ആവശ്യപ്പെടുമ്പോൾ അതിന് കുടപിടിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ K മുരളീധരനും ശബരിനാഥുമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ഏജന്റാണെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് RSS കോൺഗ്രസ് അജണ്ടയാണ്. അത് മുരളീധരനെ പോലുള്ളവർ ഏറ്റെടുക്കുന്നത് ലജ്ജാകരമാണ്. യഥാർത്ഥത്തിൽ BJPയുടെ ഏജന്റായും അല്ലെങ്കിൽ അവരുടെ ഒരു ചവിട്ടുപടിയായും നിൽക്കുന്ന ആരാ? മുരളീധരന്റെ കുടുംബം തന്നെയാണ്. പിണറായി വിജയൻ സാഹിബിന്റെ വീട്ടിൽ നിന്നുള്ള ആരും അങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടില്ല. ഇപ്പം മുരളീധരന്റെ കുടുംബത്തിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബി ജെ പിയിൽ പോയിട്ട് അപ്പം എന്തായാലും അനിയനും ചേട്ടനും ഒക്കെ അല്ലേ, ഒരു ബന്ധം എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലുള്ള പാലം പണിയുന്നത് മുരളീധരന്റെ കുടുംബമാണ്. അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അതിൽ വലിച്ചടയ്ക്കുന്നത് ഖേദകരമാണ്. പിന്നെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, CPI യോഗത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി. PMC ഒപ്പിട്ടത് വിനയായി എന്നൊക്കെ വാർത്ത കൊടുത്തു.
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളവരെ നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ നിരവധി കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനെയും നടപ്പിലാക്കും. അത് കേന്ദ്രം ഭരിക്കുന്ന BJP തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊണ്ടുപോകാനുള്ള ഫണ്ടല്ല. കേരളത്തിലെ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഫണ്ടാണ്.